കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമല്ല കേരളത്തിന് കിട്ടേണ്ടത് അവകാശമാണ് ചോദിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. സൈന്യത്തിൻ്റെ സല്യൂട്ടിന് പോലും കേന്ദ്ര സർക്കാർ പണം വാങ്ങുന്നു. വയനാടിനെ പറ്റി തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി സംസാരിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കഥകളി പദങ്ങൾ കാണിച്ചു. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കില്ലെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. കേരളം നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേന്ദ്രത്തിലുള്ളതെന്ന് വി ശിവദാസൻ എം പിയും പ്രതികരിച്ചു. വയനാടുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നതിനിടെ എം പിമാരുടെ പ്രതിഷേധം പാർലമെന്റിന് മുന്നിൽ അരങ്ങേറി. അപ്പോഴാണ് ജോൺ ബ്രിട്ടാസ് എം പിയും ശിവദാസ് എം പിയും പ്രതികരിക്കുന്നവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. BJP എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എം പി അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJPയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. വ്യോമസേനയ്ക്ക് നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള ജനത. ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി, അല്ലെ അവരെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ, കേന്ദ്ര സർക്കാർ പറയാതെ അങ്ങനെ ഒരു ബില്ല് അയക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഇപ്പോൾ കേരളത്തിന് നൽകിയ മഹാപ്രളയകാലത്ത് നൽകിയിട്ടുള്ള അരിക്ക് പൈസ മേടിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണ്ടേ? അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേരളത്തെ അവഗണിക്കുക, അതുപോലെ തന്നെ കേരളത്തെ തകർക്കുക എന്നുള്ളത്. ആ ഒരു നിലപാടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെൻറ്റിൽ ഞങ്ങൾ നടത്തിയത്. ഇവർക്കാരും ഒരു പ്രത്യേകിച്ച് ഒരു അവകാശം കൊടുത്തിട്ടില്ല. അത് കേരളത്തിൻ്റെ അവകാശമാണത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ആർജവം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി കന്നിമൊഴി പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ നിൽക്കണമെന്നുള്ളതാണ് ആഗ്രഹം, കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. പക്ഷേ കേരളത്തിൻ്റെ നന്മയല്ല BJP ആഗ്രഹിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ആഞ്ഞടിക്കുന്ന പ്രതിഷേധമാണ് കേന്ദ്രത്തിനെതിരെ പാർലമെന്റിന് മുന്നിൽ നടന്നത്. ഒപ്പം പാർലമെന്റിനുള്ളിലും നടന്നു വരുന്ന ഇതിൻ്റെ തുടർച്ച. ഏറ്റവും പ്രധാനപ്പെട്ടത് ജോൺ ബ്രിട്ടാസ് എം പിയും വി ശിവദാസനും ഒക്കെ പറഞ്ഞതാണ്. അതായത് ഔദാര്യമല്ല, അവകാശമാണ് ചോദിക്കുന്നത്. 1 രൂപ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുമ്പോൾ 40 പൈസയിൽ താഴെ മാത്രമാണ് കേരളത്തിൽ നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചത് ഭിന്നമാണ്. പിന്നീട് വയനാടിനോടുള്ള ദുരന്തത്തിൻ്റെ സമീപനത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ 2019 മുതലുള്ള എയർലിഫ്റ്റിംഗ് പല ഘട്ടങ്ങളിൽ ചെയ്തത്, ഇതിനൊക്കെ പണം ആവശ്യപ്പെടുന്നത്, ഇതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തീർക്കലാണ്. അതാണ് അവർ തീർത്തു പറഞ്ഞതും. എങ്ങനെയായിരുന്നു പാർലമെൻറ്റിന് മുന്നിലെ പ്രതിഷേധം? അജിംഷദ്, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ അന്ന് ഈ വയനാട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സമയത്തെല്ലാം നിലയും ഉണ്ടായ കേന്ദ്രം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ അക്കം വിട്ട് നിർത്തിക്കൊണ്ടുള്ള ചില കണക്കുകൾ കേരളത്തിന് നൽകിയത്. അതായത് 130 കോടിയോളം രൂപ തിരികെ കേരളം നൽകണം എന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കണക്കാണ് അന്ന് ഈ കഴിഞ്ഞ ദിവസം കേരളത്തോട് ആവശ്യപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ പോലും പൈസ അക്കം വിട്ട് നിർത്തിക്കൊണ്ട് ചോദിച്ച് പിടിച്ചു പറിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഇടത് വലത് എം പിമാർ ഒരുമിച്ച് നിന്നുകൊണ്ട് പാർലമെന്റ് കവാടത്തിന് മുന്നിലും പ്രതിഷേധം തീർത്തത്. ജസ്റ്റിസ് ഫോർ വയനാട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബാറുകൾ ഉയർത്തിക്കൊണ്ട് എല്ലാ നിലയും വളരെ വലിയൊരു പ്രതിഷേധമാണ് പാർലമെന്റ് കവാടത്തിൽ ഇന്ന് പ്രതിപക്ഷ എം പിമാർ നടത്തിയത്. നേരത്തെ ലോക്സഭയിലും രാജ്യസഭയിലും കേരളത്തിലെ എം പിമാർ ഈ വിഷയം ചട്ടം 267 പ്രകാരം ഉയർത്തിയെങ്കിലും സംസാരിക്കാൻ അനുമതി ലഭിച്ചില്ല. മാത്രമല്ല, ഇതിൽ പലതവണ കേന്ദ്രം ഇപ്പോഴും ആവർത്തിക്കുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ പണമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരള എം പിമാർ ഒപ്പിട്ട നിവേദനം അടക്കമില്ലാതെല്ലാം നൽകിയെങ്കിലും അതിന് അമിത്ഷാ നൽകിയ മറുപടി ഈ ഒരു റിപ്പോർട്ട്, ഈ കലാമിറ്റി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ വൈകി എന്നുള്ള ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും കേന്ദ്ര സഹായം നൽകില്ല എന്ന് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ പൈസ പോലും പിടിച്ചു പറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സാഹചര്യമായിരുന്നു പാർലമെന്റിന് പുറത്ത് ഇന്നിപ്പോൾ ഈ പ്രതിപക്ഷ അല്ലെങ്കിൽ കേരളത്തിലെ എം പിമാരെല്ലാം തന്നെയും ഒരുമിച്ച് നിന്നുകൊണ്ട് സംയുക്തമായ ഒരു പ്രതിഷേധം നിർത്തുക. ഇതിപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി അതിനുശേഷം മാധ്യമങ്ങളുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര അവഗണന തുടരുകയാണ്. മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ അവകാശമാണ്, ഇത് കേന്ദ്രം നൽകേണ്ട തുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ആ സമയത്ത് പോലും ആ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പോലും നടപ്പാക്കാത്ത രീതിയിലുള്ള അതിക്രൂരമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത്. ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്, രാഷ്ട്രീയമായ തീരുമാനമാണ്. തീർച്ചയായും. അതുപോലെ തന്നെ സിബി ജോസഫ്, പാർലമെന്റിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അത് ചുരുക്കി, അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അവതരിപ്പിക്കുക കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു. അത് ഇനി പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച എത്തും. രാജ്യസഭ തിങ്കളാഴ്ചയാണ് ചേരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്
അതിൻ്റെ വിവരങ്ങൾ പ്രതിപക്ഷം ഏതൊക്കെ തരത്തിലാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നത്? അജിംഷാദ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് RSSന്റെ മറ്റൊരു നയമാണ്. അത് BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് നടപ്പാക്കാൻ ഒരുങ്ങിയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ അത് കൊണ്ടുവരാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. തിങ്കളാഴ്ച തന്നെ ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തീർച്ചയായും സിബി ജോസഫാണ്. തീർച്ചയായും അത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം, ആ ബിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്യുന്നത്.